യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് അഭിയേട്ടനോടൊപ്പം തന്നെയായിരിക്കും. ആന്റി നോക്കിക്കോ. ഇപ്പോഴാ നീ എന്റെ മരുമോളായത്. ദേ, ഇനിയെല്ലാം നീ തന്നെ ബുദ്ധിപൂർവ്വം തീരുമാനിക്കും. ഏറ്റു ആന്റി. ഭാമ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അഭിയേട്ടന്റെ മനസ്സിൽ ഞാൻ സ്ഥാനം പിടിച്ചിരിക്കും. ഭാവനെ നിനക്ക് ഞാൻ കാണിച്ചു തരാടി. അയ്യോ, ഇതുപോലൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവമേ, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാ എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. നമ്മളെ വിളിക്കാതെ ഈ ചടങ്ങ് നടത്താൻ അവർ തീരുമാനിച്ചപ്പോഴേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നമ്മ. അതുകൊണ്ടാ ഞാൻ രമേശ് ചേട്ടനോട് നേരത്തെ ഒരു സൂചന കൊടുത്തതും വഴിയിൽ രമേശ് ചേട്ടനെ ഇറക്കിയതും. ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ മുറിയിൽ പൂട്ടിയിട്ട് കറങ്ങാൻ പോയ ടീമല്ലേ. അപ്പൊ പിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. പക്ഷേ ഭാമയെ കൊല്ലാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ അമ്മേ, അബിയുടെ അമ്മ സ്നേഹം അഭിനയിക്കുകയാണെന്ന്. പക്ഷേ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിനാണ് എന്നെ അബി തല്ലിയതും അനാഥൻ എന്ന് വിളിച്ചതും. അനിരുദ്ധൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ആ അമ്പാലിക പോലും കരുതിയിട്ടുണ്ടാവില്ല മോളെ. അതുകൊണ്ടല്ലേ സ്വന്തം ഏട്ടനാന്ന് പോലും നോക്കാതെ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചതും ദേഷ്യപ്പെട്ടതും അവര് തോന്നിയ വാസങ്ങൾ വിളിച്ച് പറഞ്ഞതും. അതൊക്കെ വെറും അഭിനയാണ് അമ്മേ. അബിയുടെ അമ്മയും മാമനും കൂടി എന്തോ രഹസ്യമായി പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. ചുറ്റുപാടും ആരെങ്കിലും വരുമെന്ന് അവർ നോക്കിയിട്ടാ ഈ രണ്ടുപേരും സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവര് പറഞ്ഞത് ഈ കാര്യം തന്നെയായിരിക്കും. ആ മേക്കപ്പ് ചെയ്യുന്ന പെണ്ണും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല ഭാവനെ. എന്താണെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയണം. ഇല്ലെങ്കിൽ ഭാമയ്ക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റത്തില്ല. ചേച്ചിയെ തൽക്കാലം അങ്ങോട്ട് വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെ അമ്മ, അത് തന്നെ എന്റെയും തീരുമാനം. ഭാമയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. തുടക്കം മുതലേ ഭാമയോട് അവർ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കരുതി കൂട്ടി ചെയ്തത് തന്നെ അമ്മ. ഈശ്വര, ഇത്രയ്ക്ക് കണ്ണീ ചോരയില്ലാത്തവരാണോ അമ്പാലിക? ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവാൻ മടിക്കാത്തവരാ അവര്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ജന്മം. സഹോദരിയോട് ആലോചിക്കാതെ ഒരിക്കലും അനിരുദ്ധൻ ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവില്ലല്ലോ. എന്നിട്ടാണല്ലേ ആ സ്ത്രീ അവിടെ കിടന്ന് അത്രയും ഷോ കാണിച്ചത്, അതും ആരും വിശ്വസിക്കുന്ന രീതിയിൽ. പഠിച്ച കല്യാണം അവരെന്ന് നേരത്തെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയതല്ലേ മായച്ചി. സാഹചര്യം നോക്കി സംസാരിക്കാൻ മിടുക്കി അവര്. നീ ഇതെവിടെ പോയിരുന്നു? ഒരു ഫോൺ ചെയ്യാണ്ടായിരുന്നു. ഇനിയിപ്പോ നടന്നൊക്കെ നടന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ആപത്തൊന്നും സംഭവിച്ചില്ല. എല്ലാവരും ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ ഭാമയൊന്ന് കാണട്ടെ. അവളാകെ തകർന്നിരിക്കുക. ചേച്ചി, എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാൻ പറയുന്ന കേട്ട് ചേച്ചി ദേഷ്യപ്പെടരുത്. ഞാനിത് നന്നായിട്ട് ആലോചിച്ചിട്ട് ചേച്ചിയോട് പറയുന്നത്. നീ എന്താന്ന് കാര്യം പറ ഭരത്തെ. വെറുതെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. എനിക്ക് അരുന്ധതി വിവാഹം കഴിക്കണം ചേച്ചി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ ചേച്ചി. ശരിക്കും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരുന്ധതി തന്നെയായിരിക്കും. എന്തുവാടാ ഇത്? ഈ അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്?
ഞാനിത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതല്ലേ അമ്മേ. വേണ്ടി പോരുത് നീ. മിണ്ടരുത്. ചേച്ചി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് എന്നോട് തുറന്നു പറഞ്ഞത്. അപ്പോ അന്ന് അരുന്ധതി ഇവിടെ വന്ന ദിവസം നീ കാര്യമായിട്ടല്ലേ പറഞ്ഞത്? അതെ അമ്മേ. എന്റെ പേരും പറഞ്ഞ് അരുന്ധതി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അത് സ്വന്തം അമ്മ കാരണം. ഇല്ല ഇല്ല, നീ ഇനി എന്തു പറഞ്ഞാലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കത്തില്ല ഭരത്തെ. എന്റെ ഈശ്വര, ഒരുത്തി കാരണം അംബാലികയുടെ മുമ്പിൽ എത്ര തവണ അധിക്ഷേപിക്കപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? നോക്ക്, മര്യാദയ്ക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മാറ്റിവെച്ചേച്ച് ജീവിക്കാൻ നോക്ക്. വെറുതെ ബാക്കിയുള്ളവരുടെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുത്താതെ. എന്താ അമ്മേ, ഒരാൾ പ്രണയിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അത്ര വലിയ തെറ്റാ? ഭരത്തെ വേണ്ട. എന്തു വന്നാലും അരുന്ധതി എന്നെ അല്ലാതെ വേറെ ആരും വിവാഹം കഴിക്കില്ല. ഞാനും അങ്ങനെ തന്നെയാ. ഓഹോ, അപ്പൊ നീ ഭാമയുടെ ജീവിതം നശിപ്പിച്ച് അടങ്ങുള്ളല്ലേ? എന്റെ മുഖത്തേക്ക് നോക്കണം. ഞാൻ അരുന്ധതി കല്യാണം കഴിച്ചെന്ന് എഴുതി ഭാമിച്ച ജീവിതം എങ്ങനെയാ അമ്മ നശിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇഷ്ടം കാണില്ലേ? ദയവായി ഞങ്ങളൊന്ന് മനസ്സിലാക്കമ്മേ. നോക്ക്, നീയും അരുന്ധതിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാ ഇവിടെ ഭാമയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതെന്താ ഭരത്തെ, നീ മറന്നുപോയോ? വേണ്ട, മര്യാദയ്ക്ക് ജീവിച്ചോ. നിനക്ക് പ്രണയം മണ്ണങ്ങട്ടാന്നും പറഞ്ഞിട്ട് അവളെ നീ കൊലയ്ക്ക് കൊടുക്കരുത്. ഞങ്ങളെയും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും അരുന്ധതി മറന്നൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ഞങ്ങളുടെ ഇഷ്ടം ആരും അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. നീ ഇനി നീ വീട്ടിൽ നിൽക്കരുത്. ഇറങ്ങടാ വെളിയില്. ഇറങ്ങടാ വെളിയില്. പോകും പോലും. ഇറങ്ങടാ. ഇനി നിന്നെ ഇതിനകത്ത് കണ്ടുപോകരുത്. പൊക്കോ എങ്ങോട്ടെന്ന് വെച്ചാ. നിന്നെയൊക്കെ ആള് കളിക്കുന്നു. എന്റെ അമ്മയ്ക്ക് എന്താ? അമ്മ എന്തേ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? അവനകത്തെന്ന് പറഞ്ഞ നീ കേട്ടതല്ലേ? അതിനെന്തിനാ അമ്മ ഇവനെ ഇങ്ങനെ തല്ലുന്നേ? ഇവരെ തല്ലുകയല്ലേ വേണ്ടത്, കൊല്ലുക വേണ്ടത്. അമ്മ തന്നെയാടാ. ആഹാ, എണീക്കങ്ങോട്ട്. എനിക്ക് വേണ്ട, അവനോട് എന്തും പറയാം. അവൻ പമ്മി പമ്മി നടന്നേച്ച് അവൻ പറഞ്ഞേട്ടില്ലേ അവൻ അവളെ കൊണ്ട് ഒളിച്ചോടുന്നു. അമ്മ ഒന്ന് സമാധാനപ്പെട്, ഞാൻ അവനോട് സംസാരിക്കാം. നീ സംസാരിക്കണ്ട. നീ ഈ വിഷയത്തിൽ ഇടപെടുകയും വേണ്ട. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അമ്മേ ഒന്ന് സമാധാനപ്പെടമേ. അവൻ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ഇതാണ് അവന്റെ ആഗ്രഹം. അവിടെ ജീവിക്കുന്നവളെ കൊല്ലാൻ നോക്കുന്നു. അങ്ങോട്ട് തന്നെ ഇവനും പോളെന്ന് പറയുന്നത്. നിന്നോടാ ഞാൻ പറയുന്നത്. അവളെ നിനക്ക് മറക്കാനോ പിരിയാനോ പറ്റുന്നില്ലെങ്കിൽ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പൊക്കോണം. അമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്താ അമ്മ ഇത്? ഇവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാം ശരിയാവോ? ഇവനിവിടെ നിന്ന് ഇറക്കി വിട്ടാ അമ്മയ്ക്ക് സമാധാനം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എന്നാ പറഞ്ഞോ, ഞാൻ തന്നെ ഇവനിവിടുന്ന് പറഞ്ഞു വിടാം. എന്ത് കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടമ്മേ, അല്ലാതെ ഇങ്ങനെ ബഹളം വെക്കല്ല വേണ്ടത്. നീ വെറുതെ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഇവനുണ്ടല്ലോ, ഇവൻ തോളത്ത് കയറിയിരുന്ന ചെവി തിന്നുന്ന ജാതിയാ. അതുകൊണ്ടാ ഇത്രയും വിഷമഘട്ടത്തിൽ തന്നെ ഇവൻ ഇത് വന്ന് പറഞ്ഞത്. അമ്മ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. എന്താടാ ഞാൻ നിന്നോട് പറയേണ്ടത്? സ്നേഹിക്കുന്നതും പരസ്പരം ഇഷ്ടപ്പെടുന്നതും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതിനൊക്കെ പോകുന്ന മുമ്പ് സ്വന്തമായിട്ട് നിവർന്ന് നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. കെട്ടുന്ന പെണ്ണിനെ പോറ്റാനും
ഒരു കുറവും കൂടാതെ നോക്കാനുള്ള കഴിവും ഉണ്ടാവണം. അല്ലാതെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒളിച്ചോടുന്ന നീ ഏതറ്റം വരെ പോകുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ?